കൊട്ടിയൂർ അമ്പലത്തിലെ വൈശാഖോത്സവത്തിന്റെ മറവിൽ നടക്കുന്ന വലിയൊരു തട്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ണൂർ, വയനാട് ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റിയുടെ മറവിൽ ഈ കമ്മിറ്റിയെ മറപിടിച്ച് നടക്കുന്ന ഒരു വലിയ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവരുന്നു. സേവാഭാരതി വൈശാഖോത്സവത്തിന് വളരെ മാന്യമായി ചെയ്തുകൊണ്ടുവന്നിരുന്ന ഒരു സേവനമായിരുന്നു വൈശാഖോത്സവത്തിന് വരുന്ന ഭക്തർക്ക്, കൊട്ടിയൂർ അമ്പലത്തിൽ വൈശാഖോത്സവത്തിന് വരുന്ന ഭക്തർക്ക് സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുക എന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഏകദേശം ഒരു 2-3 വർഷങ്ങളായി ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി എന്നൊരു സംഘടനയാണ് ഈ സൗജന്യ ഭക്ഷണത്തിന് ജനങ്ങളിൽ നിന്നൊക്കെ വിഭവങ്ങൾ സംഭരിക്കുന്നതും ആ വിഭവങ്ങൾ, അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും അരിയായിട്ടോ പച്ചക്കറിയായിട്ടോ അവലായിട്ട് ധാന്യങ്ങളായിട്ട് എന്തായാലും അവരവരുടെ കഴിവിനനുസരിച്ച് ഈ അന്നദാനത്തിന് വേണ്ടി സംഭാവന ചെയ്യാം. ഇങ്ങനെ സംഭരിക്കുന്ന വിഭവങ്ങളുടെ സിംഹഭാഗവും പോകുന്നത് ചിലരുടെ കീശയിലേക്ക് എന്നാണ് വിവരങ്ങൾ. വിഭവങ്ങൾ ധാന്യമായിട്ടല്ല, കാശായിട്ടും പണമായിട്ടും ഒക്കെ എത്തുന്നുണ്ട്. അതും ഇതുപോലെ പലരും അവരവരുടെ കീശയിലാക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. CITUവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംഘടനയാണ് ഈ ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ കണ്ണൂർ, വയനാട് ഈ 2 ജില്ലകളിലെ പ്രമുഖ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ആ അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുക്കുന്നതിന്, അവിടുത്തെ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി. കൊട്ടിയൂരിലെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് കൊട്ടിയൂരെ വൈശാഖോത്സവത്തിനുള്ളത്. ഇത്രയും കാലയളവിൽ ഇത്രയധികം ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ട വിഭവങ്ങൾ, അതിനുവേണ്ടി സമാഹരിക്കുന്ന സാമ്പത്തികം, ഇതൊക്കെ കൊള്ളയടിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു തുക തന്നെയാണ് പലരുടെയും കീശയിലേക്ക് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രത്തിലെത്തുന്ന ഒരു ഭക്തന് കിട്ടേണ്ടുന്ന വിഭവങ്ങൾ അവർക്ക് പൂർണ്ണമായും കിട്ടുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് ആരാണ് ഇവർക്ക് അധികാരവും അവകാശവും കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പുറത്തു വരേണ്ട കാര്യമാണ്. മലബാർ ദേവസ്വത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമാണ് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി എന്ന ഈ സംഘടന ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് ഭക്തർക്ക് വേണ്ടി എന്ന പേരിൽ നിർബന്ധിത വിഭവ സമാഹരണം നടത്തുന്നത് എന്ന അഭിപ്രായങ്ങൾ ശക്തമാണ്. സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരുന്ന വിഭവങ്ങളിലൂടെ ഒരു ക്ഷേത്രത്തിന് അർഹമായ മൂലധനവും വിഭവങ്ങളുമാണ് അവിടെ അട്ടിമറിക്കപ്പെടുന്നത്. സേവാഭാരതി വളരെ മനോഹരമായി അവരുടെ ഹൃദയം കൊണ്ട് ചെയ്തു വന്ന ഒരു സത്പ്രവൃത്തിയാണ് ഇങ്ങനെ ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മറവിൽ ചീപ്പ് രാഷ്ട്രീയം കളിച്ച് അട്ടിമറിക്കപ്പെടുന്നത്. ക്ഷേത്ര സമ്പത്ത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മറവിൽ എല്ലാ വർഷവും ഈ രീതിയിൽ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അന്നദാനത്തിന് ശേഖരിച്ച വിഭവം എത്ര, അതിൻ്റെ പൈസയുടെ കണക്കുകൾ എത്ര, ഇതൊന്നും എങ്ങും വിശദമാക്കിയിട്ടില്ല. ഈ കണക്കുകൾ ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 2-3 വർഷങ്ങളായി ഇത് തുടർന്നു വരികയാണ്. ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മറവിൽ ഭക്തരെ കൊള്ളയടിക്കപ്പെടുകയാണ്. അത് ഓരോ വർഷവും തുടരുകയാണ്. വലിയ എന്തോ കാര്യം അവരവിടെ ഒരു സത്പ്രവൃത്തി ചെയ്യുന്നു എന്ന് കൊട്ടിഘോഷിക്കപ്പെടുകയാണ്. കൊട്ടിയൂർ നമുക്കറിയാം, ഓരോ വർഷവും വരുന്ന ഭക്തരുടെ എണ്ണം ഓരോ തവണയും കൂടുകയാണ്. ഭക്തരെ ഇങ്ങനെ ചതിക്കുന്നത് അവർ അറിയുന്നില്ല. ഇനി ഇതിനെതിരെ ഇത് അറിയുന്നവർ ആരെങ്കിലും പ്രതികരിച്ചാൽ അവർക്ക് നല്ലൊരു പണി കിട്ടും എന്നുള്ളതും ഉറപ്പാണ്. ഭക്തന്റെ അവകാശങ്ങൾ അട്ടിമറിക്കുക, ഒപ്പം നല്ല രീതിയിൽ നടന്നു വരുന്ന അന്നദാനം ചീപ്പ് രാഷ്ട്രീയം കളിച്ച് ഇല്ലാതാക്കുക. കഴിഞ്ഞ 2 വർഷമായി ഇത്തരത്തിലാണ് ഭക്തരെ പറ്റിക്കുകയും മോഷ്ടിക്കുകയും ഒക്കെ നടക്കുന്നത്. ഇതിങ്ങനെ തുടരാൻ അനുവദിച്ചാൽ വൈശാഖോത്സവത്തിന്റെ മറവിൽ, അന്നദാനത്തിന്റെ മറവിൽ തട്ടിപ്പും കൊള്ളയും നടത്തും. അഴിമതി കടക്കാത്ത അമ്പലങ്ങളിൽ അഴിമതി വ്യാപിക്കും. സഖാക്കന്മാർ, ഒരു വിഭാഗം സഖാക്കന്മാരുടെ ഒരു വിഭാഗത്തിന്റെ ഒത്താശയോടെയാണ് 10 ലക്ഷത്തോളം ഭക്തർ വരുന്ന തീർത്ഥാടന കാലത്ത് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടക്കുന്നത്. കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തുന്ന ഭക്തർ സേവാഭാരതി നൽകുന്ന ഉദാരമായ അന്നദാനത്തിൽ ആശ്വാസം കണ്ടെത്തിയിരുന്ന നാളുകളുണ്ടായിരുന്നു. ആ നാളുകളിൽ നിന്നാണ് ഇപ്പോൾ ഭക്തന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നതിന്റെ പേരിൽ അവരെ കൊള്ളയടിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വൈശാഖോത്സവം ഉത്സവകാലത്ത് 15 വർഷമായി തുടർന്നു വന്ന അന്നദാനത്തിന്റെ പ്രയോജനം അനുഭവിച്ചിരുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ്. അത് സേവാഭാരതി വളരെ വൃത്തിയായും ഭംഗിയായും നടത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു സംഗതിയായിരുന്നു. കൊട്ടിയൂർ ഇക്കര ക്ഷേത്രം, കണ്ടവം, 17 മൈൽ, കൂത്തുപറമ്പ്, തൊക്കിലങ്ങാടി, കുന്നോത്തുപറമ്പ് ഇവിടങ്ങളിലൊക്കെ അന്നദാനത്തിനായി ക്രമീകരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അവിടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, സമൂഹം നോക്കാതെ ഒക്കെ പല ഭാഗങ്ങളിലുള്ളവർ സേവാഭാരതിയുടെ അന്നദാന പരിപാടിയിൽ സജീവമായി പങ്കെടുത്തിരുന്നു. സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് 200-ലധികം സന്നദ്ധ പ്രവർത്തകർ ഈ കേന്ദ്രങ്ങളിൽ രാവും പകലും വിശ്രമമില്ലാതെ പ്രവർത്തിച്ചിരുന്നു. അവർക്ക് ഒരു അടി കൊടുക്കാനും ഈ അന്നദാനത്തിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനും ഒപ്പം ഇതിൻ്റെയൊക്കെ മറവിൽ വലിയ ഒരു തുക സ്വന്തം പോക്കറ്റിലാക്കാനും തന്നെയാണ് ഈ ചീപ്പ് രാഷ്ട്രീയം കളിക്കുന്നത്. ഇങ്ങനെ സ്വന്തം കീശ വീർപ്പിക്കുന്നവർ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയും സൃഷ്ടിക്കുകയാണ്. കേരളത്തിൽ ഭരണത്തിലേറുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഹൈന്ദവ ക്ഷേത്രങ്ങളെ കറവപ്പശുക്കളായി കണക്കാക്കി പോരുന്നവരാണ്. വഖഫ് ബോർഡും ബിഷപ്പ് ഹൗസും ഭരിക്കാൻ അതാത് മതങ്ങളിലെ വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഹിന്ദു ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് അവകാശമില്ല എന്നതാണ് ഇന്നത്തെ കാലത്തെ അവസ്ഥ.
പകർച്ചവ്യാധി വന്നാലും പ്രകൃതി ദുരന്തം വന്നാലും ദേവസ്വം പണപ്പെട്ടിയിൽ നിന്നും കോടികളാണ് സംഭാവന എന്ന പേരിൽ സർക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്നത് എന്നറിയുക. ദുരിതം അനുഭവിക്കുന്ന അമ്പല ജീവനക്കാർക്കോ അമ്പല ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുന്ന ഹിന്ദു ഭക്തജനങ്ങൾക്കോ ചില്ലിക്കാശിന്റെ സഹായം ചെയ്യാത്തവരാണ് ദേവസ്വം ബോർഡുകൾ. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ സംഭാവന ചെയ്യുന്നത് തങ്ങളെ ദേവസ്വം ഭരണം ഏൽപ്പിച്ചതിന്റെ പ്രത്യുപകാരം എന്ന നിലയ്ക്കാണ്. അതാത് കാലത്ത് ഭരിക്കുന്ന പാർട്ടികളോട് കൂറും വിശ്വസ്തതയും ഉള്ളവരെ പ്രതിഷ്ഠിക്കാനുള്ള ഇടമായിട്ടാണ് ദേവസ്വം ബോർഡുകളെ കണക്കാക്കി വരുന്നത്. എന്നാൽ അങ്ങനെ വരുന്നവർ ഭക്തന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാതെ ആ മറവിൽ കൊള്ളയടിക്കുന്നു. ഈശ്വരൻ ഇല്ല എന്നും അമ്പലങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ കൂടാണെന്നും പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് പള്ളിയോടും മോസ്കിനോടും ഈ സമീപനമല്ല ഉള്ളത് എന്നതും ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.